മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ മുസ്ലിം ലീഗിലും തീരുമാനമായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിനായി PK ബഷീറും VE അബ്ദുൽ ഗഫൂറും താൽപര്യം പ്രകടിപ്പിച്ചതോടെയാണ് വകുപ്പ് വിഭജനം വഴിമുട്ടിയത്. സുപ്രധാന വകുപ്പ് താരതമ്യേന ജൂനിയറായ അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്നതിനെതിരെ PK ബഷീർ എതിർപ്പ് പ്രകടിപ്പിച്ചു. വ്യവസായം IT വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടിയും വിദ്യാഭ്യാസം N ഷംസുദ്ദീനും തദ്ദേശ സ്വയംഭരണം KM ഷാജിയും കൈകാര്യം ചെയ്യും. ഫിഷറീസ്, ഗ്രാമവികസനം, ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയ വകുപ്പുകളും ലീഗിന്റെ കൈവശമാണുള്ളത്. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ബാക്കി 2 മന്ത്രിമാരുടെ കാര്യത്തിലാണ് വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമാകേണ്ടത്. അതിൽ ഒരാൾ ജൂനിയറാണ്, അതുകൊണ്ട് പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കാൻ കഴിയില്ല എന്ന് ബഷീർ പറയുന്നു. എന്താണ് ഒരു തീരുമാനത്തിലേക്ക് ഇനിയും എത്താത്തത്? ഷിഹാസ്, റോഷ്നി, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, പൊതുമരാമത്ത് വകുപ്പ് ആർക്ക് എന്നുള്ള ചോദ്യമാണ്. പൊതുമരാമത്ത് വകുപ്പ് വേണമെന്ന് 2 മന്ത്രിമാർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് PK ബഷീറാണ്, മലപ്പുറത്ത് ഏറനാട് MLA ആയിട്ടുള്ള PK ബഷീർ. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്, ലീഗിന്റെ പ്രവർത്തക സമിതി അംഗമൊക്കെയാണ്. അതോടൊപ്പം തന്നെയാണ് കളമശ്ശേരി MLA ആയിട്ടുള്ള PV അബ്ദുൾ ഗഫൂർ. അദ്ദേഹവും ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം കുഞ്ഞാണ് നേരത്തെ 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 പേരും പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കുമ്പോൾ ലീഗിന് ഫിഷറീസ് വകുപ്പ് കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. പക്ഷേ ആ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു പൂർണ്ണമായ ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. ഫിഷറീസ് വകുപ്പിന് വേണ്ടി പ്രത്യേകിച്ച് കൊച്ചി മേഖലയിലൊക്കെ ഫിഷറീസ് വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലത്തീൻ സമുദായത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് ഫിഷറീസ് വകുപ്പ്. അപ്പോൾ ആ ഫിഷറീസ് വകുപ്പ് ലീഗിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈമാറ്റത്തിൽ ലീഗിന് ഫിഷറീസ് വകുപ്പ് കിട്ടുമോ എന്നുള്ള ഒരു തർക്കം കൂടി, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം കൂടി ഇപ്പോൾ ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം പൊതുമരാമത്ത് വകുപ്പിൻ്റെ തന്നെയാണ്. മറ്റ് വകുപ്പുകളിൽ IT, വ്യവസായം PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യും, തദ്ദേശ സ്വയംഭരണം KM ഷാജി കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. മറ്റ് 2 മന്ത്രിമാർക്കും പൊതുമരാമത്ത് വകുപ്പിലാണ് കണ്ണ്. മാത്രമല്ല, പൊതുമരാമത്ത് കിട്ടുന്ന ആൾക്ക് പൊതുമരാമത്തും മറ്റേ ആൾക്ക് കിട്ടേണ്ട വകുപ്പ് ഫിഷറീസാണ്. അത് പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവാത്ത സാഹചര്യത്തിൽ ആ വകുപ്പിന്റെ കാര്യത്തിലും ഒരു പൂർണ്ണത വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു അന്തിമ തീരുമാനം വന്ന് എത്രയും പെട്ടെന്ന് തന്നെ ലോക്ഭവന് പട്ടിക കൈമാറേണ്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? യെസ്.